നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. തിരിച്ചു പോയി നോക്കാം. അവിടെ നിന്ന് നേരെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. എല്ലാവരും കണ്ടായിരുന്നു ചോദിക്കാറ് ആരുടെയും, പക്ഷെ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, ഇവിടെ ഒന്നും ആളില്ല. ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ നേരമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിവിടെ രണ്ടായിട്ട് വഴി തിരികെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 4 പേര് കൂടുതൽ ആൾക്കാർ ഒരേ സമയം ഇപ്പോൾ തൂക്കുപാലത്തിൽ യാതൊരു കാരണവശാലും കയറരുത്, അപകടം ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സെക്രട്ടറി, തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തൂക്കുപാലമാണ്. കണ്ടോ, ഇവിടെ വന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, തീക്കോയി പഞ്ചായത്തിലൊരു തൂക്കുപാലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവർ പറഞ്ഞുതരും. ഓക്കെ, ഇല്ലിക്കൽ കല്ല് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഈ വഴി വന്ന് ഈ ഒരു തൂക്കുപാലം കണ്ടിട്ട് പോകണം കേട്ടോ. ഗൈസ്, ഞങ്ങൾ വഴി തെറ്റി വന്നതാണ് കേട്ടോ. കണ്ടോ, വെള്ളച്ചാട്ടമാണ് ഇവിടുന്ന്. വെള്ളമില്ല, ഇപ്പം വെള്ളം കുറവാണ്. അവിടെ ഇവിടെ ചെറിയ ഉറവ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇല്ലിക്കൽ കല്ല്. കണ്ടോ, ഇവിടുന്ന് മേളിലോട്ട് ഇല്ലിക്കൽ കല്ലിന് പോവാം. ഈ വഴി ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഇവിടെ അടിപൊളി വ്യൂ അല്ലേ. കണ്ടോ, പാറ മാത്രം. കണ്ടോ, വെള്ളം ഒഴുകി അത് മിനുസം വന്ന പാറ. അവിടെ നിന്ന് ഒരു ഗർത്തമാണ്, വെള്ളച്ചാട്ടം ഉണ്ടാകും. നല്ല രസമുണ്ട് കാണാൻ. വെള്ളം ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു കാണാൻ. പക്ഷേ വെള്ളമില്ലാത്ത ഒരു ദിവസം വരണം ഇവിടെ. പക്ഷെ വെള്ളമുള്ളപ്പോൾ ഒരു ദിവസം വരണം. ഓക്കെ, ആ മലയിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഇവിടെയും കാടാണ് കേട്ടോ. ഇനിയിപ്പം കാട്ടിലോട്ടുള്ള വഴിയാണെന്ന് അറിയത്തില്ല. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല ഈ ഭാഗത്തൊന്നും. വഴി തെറ്റി വന്നപ്പോൾ കണ്ടതാണ് ഒരു വാഴ കൊലച്ചിരിക്കുന്നു. ഇതെന്ത് വാഴയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, ഇത് കല്ലുവാഴ കേട്ടോ. ഇതാണ്ട് കണ്ടോ, നല്ല രസമില്ല കാണാൻ, അടിപൊളി. ഇവിടെ ഒത്തിരി കാണുന്നു കേട്ടോ, ഒന്നല്ല ഒരുപാടുണ്ട്. കണ്ടോ, ഇത് തന്നെ അത് മൊത്തം നിൽക്കുന്നത് പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുന്ന എല്ലാം പാറയുടെ മണ്ടയ്ക്ക് നിൽക്കുന്നത് കേട്ടോ. കായ്ച്ചിട്ടുണ്ടല്ല, മിക്കാറുമല്ല. 2 കായ്ച്ചാന്ന് തോന്നുന്നു. നാരുകൾ പോലുള്ള വേരുകളാണ് ഇതിൻ്റെ കേട്ടോ. ഇത് മണ്ണില്ലാതെ വളരുന്ന സാധനമാണ്. ഇതിൻ്റെ കൂമ്പ് കണ്ടോ, കൊലച്ച് നിൽക്കുന്ന കൂമ്പ് കണ്ടോ, വളരെ ഭംഗിയില്ലേ, നല്ല രസമുണ്ട് കാണാൻ. മറ്റു വാഴകളുടെ കൂട്ട് വലിയ ഇലയല്ല കണ്ടോ, ചെറിയ വീതി കുറഞ്ഞ ഇലയാണ് കണ്ടോ, നല്ല നീളവും. ഇതിൻ്റെ പഴം കഴിക്കാൻ കൊള്ളത്തില്ല, കയ്പുള്ളതാണ് കേട്ടോ. വിത്തുകളുള്ളത്, അതിനുള്ളിൽ വിത്തുകൾ കൂടുതലുള്ളതാണ്. പെട്ടെന്നൊന്നും കാണാൻ കിട്ടാത്ത ഒരു കാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തി അതെടുത്തേ. ഓക്കെ, ഞങ്ങൾ പോവാണ്. ഒരാൾ ബൈക്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടോ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പം ആളുടെ പുറകെ തന്നെ വെച്ച് പിടിക്കാം. ഇനി അടുത്ത വഴി തെറ്റണ്ട. ഈ മലമുകളിലെ കൃഷിയാണെന്നാണ് തോന്നുന്നു കേട്ടോ. കൃഷി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, ആൾത്താമസമൊന്നുമില്ല ഈ ഭാഗത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ വഴി പോകുമ്പോൾ നമുക്ക് ഇല്ലിക്കൽ മല കാണാം കേട്ടോ. അടുത്ത റൈറ്റ് പിടിച്ച് കയറി പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ട ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു റൈറ്റ്. പക്ഷേ ഈ വഴി വളരെ നിരപ്പായ സ്ഥലമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഭയങ്കര
കയറ്റമാണ് ഇങ്ങോട്ട് വരുമ്പോഴേ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിങ്ങോട്ട് വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആ ചേട്ടൻ ഈ വഴി വന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റി. ആ ചേട്ടൻ എന്നാണ് ഫ്രണ്ടിൽ കയറി. പിന്നെയും ഇവിടെ നിന്ന് റൈറ്റ് തന്നെ ആയിരുന്നു. നമുക്ക് വഴി തെറ്റിയതാണ് മുമ്പേ. 2-3 ജംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നതാണ് വഴി തെറ്റാൻ കാരണം. അജയൻ അവിടെ റബ്ബർ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെയാണ് നമ്മളെ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അജയനെ നമ്മളെ ഫോളോ ചെയ്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. സെയിം റൂട്ട് അതാണ്. ഞങ്ങൾക്ക് മുമ്പ് പോയ ഒരു ചേട്ടനുണ്ടല്ലോ ബൈക്കല്ല, ഞങ്ങൾക്ക് വഴി തെറ്റിയപ്പോൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന ആ ചേട്ടനെ ഇവിടെ ഈ പോയിന്റിൽ ഞങ്ങളെ നിർത്തിയിട്ട് കൈ കാട്ടി നിർത്തിയായിരുന്നു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കണ്ടോ. ഇവിടെ ഈ പോയിന്റിൽ ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റിയൊരു ഐറ്റമുണ്ട്. അതെന്താണ് നമ്മളിപ്പം പോയി കാണാൻ പോവാണ്. ഓക്കെ, ഈ ചെറിയ വഴി നടന്നു പോകണം കേട്ടോ. ഈ റോഡിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ വഴി നടന്നു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. ഇത് ഇല്ലിക്കലിൽ നിന്ന് ഇരാറ്റുപേട്ട പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ താപ്പോട്ട് വന്നിറങ്ങി. അപ്പോൾ അവിടുന്ന് ശരിയാണ്, അവിടെ മേളിൽ നിന്ന് വരുന്ന അരുവിയുണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന്, അതായത് പാറയിൽ കൂടെ വരുന്ന വെള്ളമാണ്. ഇവിടെ എല്ലാം പാറയാണ് കേട്ടോ, മൊത്തം പാറ. ഈ താഴെ വരെ പാറ. മിക്കവാറും പാറകളാണല്ലോ, നമ്മുടെ കേരളത്തിൽ മിക്കവാറും പാറകളാണല്ലോ ഇല്ലയോ, മിക്കവാറും ഏരിയകളിലെല്ലാം പാറയാണ്. കണ്ടോ, ഇല്ലിക്കുന്ന് തൂക്കുപാലം. ഇരുചക്ര വാഹനങ്ങൾ പാലത്തിൽ പ്രവേശിക്കരുത്. ഒരേ സമയം 6 പേരിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. പാലത്തിൻ്റെ ഒരു ഭാഗത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ പണിത പാലമാണെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ. ഓക്കെ, കണ്ടോ, സൂപ്പറല്ലേ. ആ ചേട്ടൻ കാണിച്ചില്ലായിരുന്നു നമുക്കിങ്ങനെ ഒരു വ്യൂ പോയിന്റ് വിട്ടുപോയാൽ നമ്മൾ. അടിപൊളി. ചെറിയ ചെറിയ ഗാഡ്ജറ്റ്സ്, പിന്നെ വണ്ടിയുടെ കീ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് വേണം നടക്കാൻ. അല്ലെങ്കിൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ പോയി ഇറങ്ങി എടുക്കേണ്ടി വരും. സൂപ്പറല്ലേ, കാണാണോ. ആ മലയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. നമ്മൾ കാണിച്ചില്ലേ, ആ വെള്ളം തന്നെയാണ് ഈ ഒഴുകി വരുന്നത്. കണ്ടോ, അടിപൊളി സൂപ്പർ വ്യൂ അല്ലേ. മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച. ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി വരുന്ന കണ്ടോ. ഇത് പുതുക്കി പണിതാണെന്ന് അറിയാം. സ്ക്വയർ ട്യൂബ് ഉണ്ടോ, സ്ക്വയർ ട്യൂബ് വെച്ച് വെൽഡ് ചെയ്തൊക്കെ ഉണ്ടോ എല്ലാം. കണ്ടോ, ഇവിടുത്തെ വെള്ളം കണ്ടോ, നല്ല ആഴമുണ്ട് ഇവിടെ. വെള്ളത്തിന് കാണാൻ പറ്റുന്നുണ്ടോ, വെള്ളത്തിന് നല്ല ആഴമുണ്ട്. ഒരു പാറ ഇരിക്കുന്നുണ്ട് വെള്ളത്തിന് നടുക്ക്. കേദാർനാഥിൽ ഇരിക്കുന്ന ഒരു പാറയുണ്ടല്ലോ, ആ പാറ കൂട്ടുണ്ട്. ഓക്കെ, തൂക്കുപാലത്തിൽ കൂടെ അരുണ നടന്നു വരുന്നുണ്ട്.
ചെറിയ കുലുക്കമുണ്ട് കേട്ടോ. ആടുന്നുണ്ട്, പാലം കിടന്ന് ആടുന്നുണ്ട്. പാലത്തിൽ നിന്ന് ഇറങ്ങി നിന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ചെറിയ ആട്ടമുണ്ട്. ഒത്തിരി വർഷമായെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് കണ്ടോ, റോപ്പാണ്, സ്റ്റീൽ റോപ്പാണ്, സ്റ്റീൽ വെച്ചുണ്ടാക്കിയതാണ്, മൊത്തം സ്റ്റീലാണ്. എന്നിട്ട് സ്കേർട്ട് ട്യൂബ്, ഇത് പുതിയതായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. സ്കേർട്ട് ട്യൂബൊക്കെ അടിച്ചേക്കുന്നത് പഴയത്. പിന്നെ പുതുക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ചെറിയൊരു കെട്ടുകളുണ്ട്. കാലതാമസം ഉണ്ടായിരുന്നതായിരിക്കും പണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാം പൊളിഞ്ഞ് കിടക്കണ്ട. പ്രധാന കൃഷിയാണ് ഇവരുടെ. ഒന്ന് റബ്ബറും, പിന്നെ കൈതച്ചക്ക, കൈതക്കണ്ട, കൈതത്തോട്ടമാണ്. ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ കർഷകരാണെന്ന് തോന്നുന്നു ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കൊണ്ട് ആൾക്കാരൊക്കെ താമസമുണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഒരു സ്ഥാപനമുണ്ട് കേട്ടോ, എന്തിൻ്റെയാണെന്നറിയില്ല. ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നും സ്ഥാപനങ്ങളെല്ലാം. കണ്ടോ, കൈതക്കൃഷിയാണ്, മൊത്തം കൈതക്കൃഷിയാണ്. വിളവെടുക്കാറായിട്ടില്ലെന്ന് തോന്നുന്നു. ചെറിയ കൈതകളാണ് കണ്ടോ, കിളിച്ചു വരുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് പാലം കാണാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യൂ കൂടെ കിട്ടി. കണ്ടോ, മലനിരകളാണ് മൊത്തം. ഓക്കെ, നമ്മൾ ഇതിനെ സ്റ്റേ ചെയ്തേക്കുന്നുണ്ടോ, സ്റ്റേ ചെയ്യിക്കുന്ന ആ റോപ്പ് വെച്ച് തന്നെ സ്റ്റേ ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ കോൺക്രീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കും. സ്ട്രോങ് ആയിട്ട് ഇത് ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. 2 റോപ്പല്ല. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് 4 പേരിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം ഇപ്പോൾ തൂക്കുപാലത്തിൽ യാതൊരു കാരണവശാലും കയറരുത്, അപകടം ഒഴിവാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സെക്രട്ടറി, തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തൂക്കുപാലമാണ്. കണ്ടോ, ഇവിടെ വന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, തീക്കോയി പഞ്ചായത്തിലെ ഒരു തൂക്കുപാലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അവർ പറഞ്ഞുതരും. ഓക്കെ, ഇല്ലിക്കൽ കല്ല് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഈ വഴി വന്ന് ഈ ഒരു തൂക്കുപാലം കണ്ടിട്ട് പോകണം കേട്ടോ. പിന്നെ അവരുടെ റൂൾസൊക്കെ പാലിക്കുക. അതാകുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഇവിടെ വരാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ചില ടാസ്ക്കാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഇതിന് നല്ല വീതിയുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമുള്ള സമയത്ത് ഇറങ്ങി ചെല്ലേണ്ടി വരും നമ്മൾ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു സൗഭാഗ്യമാണ്, കാരണം ഇവിടെ എല്ലാം വെള്ളമുണ്ടല്ലോ. വറവ് സമയത്ത് നമുക്ക് വെള്ളം കിട്ടും. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? രസമല്ലേ? ഓക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളച്ചാട്ടം അടുത്തുണ്ടെങ്കിൽ നമ്മളൊക്കെ അടങ്ങിയിരിക്കത്തില്ലല്ലോ. ഇപ്പോഴും വെള്ളത്തിൽ ചാട്ടം വരുന്നതായിരിക്കും. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പോഴും നല്ല ക്ലീനായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. എനിക്കൊന്നും അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടായിരിക്കണം. ഓക്കെ, ഇതുപോലെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും വന്ന് കണ്ടു പോകാവുന്ന ഒരു നല്ല പ്ലേസാണിത്. അതുപോലെ ശ്രദ്ധിക്കുക, മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും, അപ്പോഴും സൂക്ഷിച്ചേ വരാവൂ. ഓക്കെ, തിരിച്ചു പോവാണ്.